ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഗേറ്റ് 2025 ആപ്ലിക്കേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT റൂക്കി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗേറ്റ് 2025 അപേക്ഷകൾ ആഗസ്റ്റ് 24, 2024 മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 26, 2024 അവസാന തീയതി. ലേറ്റ് ഫൈനോട് കൂടി ഒക്ടോബർ 7 വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 900 രൂപയും അതർ കാൻഡിഡേറ്റിന് 1800 രൂപയുമാണ് സൈറ്റിൽ ഫീസ് വരുന്നത്. ലേറ്റ് ഫൈനോട് കൂടി ഫീമെയിൽസിന് 1400 രൂപയും അതർ കാറ്റഗറികൾക്ക് 2300 രൂപയോട് കൂടിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യാൻ ഡോക്യുമെന്റായി വേണ്ടി വരുന്നത് ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ID പ്രൂഫ് അഥവാ ആധാർ കാർഡ്, SC/ST വിഭാഗമാണ് എങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, വൈകല്യമുള്ളവരാണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളും പ്രീവിയസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗേറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ ഗേറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഗേറ്റ് 2025 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഗേറ്റ് 2025.iitr.ac.in എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോം പേജിൽ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രോഷർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബ്രോഷർ ഒന്ന് ഓപ്പൺ ചെയ്ത് വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസ്, ഫീസിന്റെ ഡീറ്റെയിൽസ്, സിലബസ്, മറ്റ് വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് സൈറ്റിൽ ഹോം പേജിൽ തന്നെ അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിന്റെ താഴെയായിട്ട് രജിസ്റ്റർ ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ആദ്യം അപേക്ഷകന്റെ പേര് കൃത്യമായി നൽകേണ്ടതാണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റിലൊക്കെ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പേര് കൃത്യമായി കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് ഈ പേര് താഴെ വരുന്നതാണ്. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണ് എങ്കിൽ കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ID പ്രൂഫിലും ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സിലും നെയിം സെയിം തന്നെ ആയിരിക്കേണ്ടതാണ്. കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് ഇമെയിൽ ID ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കൊടുക്കുന്ന മെയിൽ IDയിലേക്കും ഫോൺ നമ്പറിലേക്കും OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൺഫേം ചെയ്താലാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക. മെയിൽ ID കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം ഇമെയിൽ അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന മെയിൽ ID തന്നെ വീണ്ടും ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ വീണ്ടും ഒന്നുകൂടി റീ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡ് ഓപ്ഷനിൽ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പർ വരുന്ന രീതിയിൽ പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. Kerala@123 എന്നോ അതല്ല എങ്കിൽ പേരിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ കൊടുത്ത് @ കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്തിന്റെ വർഷം കൊടുത്തും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ പാസ്വേഡ് ഒന്നും കൂടി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൊടുക്കുക. നൽകിയിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് വരുന്നതാണ്. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ എൻറോൾമെന്റ് ID മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു മെയിലിലേക്ക് വന്നിരിക്കുന്ന ID അല്ലെങ്കിൽ അപേക്ഷകന്റെ ഇമെയിൽ അഡ്രസ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി വന്നിരിക്കുന്ന പേജിൽ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ഫില്ലിംഗ് ഗേറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് നിലവിൽ 2 പേപ്പേഴ്സ് ആണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. 1 ആണോ 2 ആണോ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതാണ് പേപ്പർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് എക്സാം സിറ്റി ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എക്സാം സിറ്റിയുടെ ഒക്കെ ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിലും അതുപോലെ തന്നെ സൈറ്റിൽ ഹോം പേജിലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് സിറ്റിയാണോ പരീക്ഷ എഴുതാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിലവിൽ 3 എക്സാം സിറ്റി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്.
ആദ്യം ഒരു സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ മറ്റൊരു സിറ്റി, ഒരേ സിറ്റി തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല, മറ്റൊരു സ്ഥലം ചൂസ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള മറ്റൊരു സിറ്റിയും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് അതുപോലെ വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് OTP അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യേണ്ടതാണ്. ആപ്ലിക്കന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. ശേഷം കൺഫേം ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജെൻഡർ, നാഷണാലിറ്റി അതുപോലെ തന്നെ കാറ്റഗറി, വൈകല്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കൺട്രി ഓഫ് പെർമനന്റ് റെസിഡൻസ് എന്നുള്ള ഓപ്ഷനിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ഓഫ് പെർമനന്റ് റെസിഡൻസ് എന്നുള്ള ഓപ്ഷനിൽ കേരള എന്ന് നൽകുക. വാലിഡ് ഫോട്ടോ ID പ്രൂഫ് എന്നുള്ള ഓപ്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഈ ഒരു ID പ്രൂഫ് പിന്നീട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയും വേണം. ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ് തുടങ്ങിയ രേഖകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ID പ്രൂഫാണോ ചൂസ് ചെയ്തിരിക്കുന്നത് ID പ്രൂഫിന്റെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ എന്നുള്ള ഓപ്ഷനിൽ ഗാർഡിയന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകുക. ഗാർഡിയന്റെ നാഷണാലിറ്റിയും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ ഗാർഡിയന്റെ ഫോൺ നമ്പർ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. കോഡിന്റെ ഓപ്ഷനിൽ +91 എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ആണ് നൽകേണ്ടത്. പിൻകോഡ് കൊടുക്കുക. കൺട്രി, സ്റ്റേറ്റ്, വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകേണ്ടതാണ്. സിറ്റി ഓർ ടൗൺ എന്നുള്ള ഓപ്ഷനിൽ ഡിഫോൾട്ടായിട്ട് ഡീറ്റെയിൽസ് വരുന്നതാണ്. പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നൽകേണ്ടത് ക്വാളിഫയിങ് ഡിഗ്രി ഡീറ്റെയിൽസ് ആണ്. പഠിച്ചിരിക്കുന്ന കോളേജ് വരുന്ന സ്ഥലത്തെ പിൻകോഡ് കൊടുക്കുക. യൂണിവേഴ്സിറ്റി ഏതാണ് വരുന്നത്, കൺട്രി എന്നുള്ളത് കൊടുക്കുക. സ്റ്റേറ്റ് കൊടുക്കുക. യൂണിവേഴ്സിറ്റി വരുന്ന സിറ്റി ഡീറ്റെയിൽസ് ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ പിൻകോഡ് കൊടുക്കുമ്പോൾ വരുന്നതാണ്. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റോൾ നമ്പർ കൊടുക്കുക. ക്വാളിഫയിങ് ഡിഗ്രി ഏതാണ് കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡിഗ്രിയുടെ സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളതും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഹാവ് യു ഗ്രാജുവേറ്റ് ഇൻ എബോവ് ഡിഗ്രി എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇയർ ഓഫ് പാസിംഗ് എന്നുള്ളതിൽ പാസ് ഔട്ടായ ഇയർ ആണ് നൽകേണ്ടത്. ഡിഗ്രി അവാർഡിംഗ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഓപ്ഷനിൽ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. കോളേജ് നെയിം എന്നുള്ള ഓപ്ഷനിൽ പഠിച്ചിരിക്കുന്ന കോളേജിൻ്റെ പേര് കൂടി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് അപേക്ഷകന്റെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഫോട്ടോ, സൈന്, ID പ്രൂഫ്, SC/ST ഭാഗമാണെങ്കിൽ ജാതി മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ്, വൈകല്യമുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഫോട്ടോയും സൈനും JPG ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സൈസും കാര്യങ്ങളും സൈറ്റിൽ ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. ഗേറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അറിവ് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ പേജ് ആണ്. നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് തന്നെയാണോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും വിവരങ്ങളിൽ അപ്ഡേഷൻ അഥവാ തിരുത്തൽ ആവശ്യമാണെങ്കിൽ പേജിന്റെ ഏറ്റവും താഴെയായിട്ട് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. തിരുത്തലുകളൊന്നും ആവശ്യമില്ല എങ്കിൽ ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഹോം പേജിലേക്ക് തന്നെ അപേക്ഷ കൺവേർട്ട് ആയിട്ട് വരുന്നതാണ്. ശേഷം ഇതിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പിലേക്ക് തന്നെയാണ് വീണ്ടും ഒന്നും കൂടി വരിക. തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തലുകൾ കൃത്യമായി വരുത്തി സേവ് ചെയ്യുക. തിരുത്തലുകളൊന്നുമില്ല എങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എഡിറ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക. റിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേര് തന്നെ ഒന്നും കൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.